അല്ല, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു സന്നിഗ്ധാവസ്ഥയിൽ എന്നെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച് ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു കുടുംബവും ഒരു പ്രസ്ഥാനമാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതാന്ത്യം വരെ എനിക്കത് മറക്കാൻ കഴിയില്ല. ആ കടപ്പാട് നന്ദിയും മറക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ, എൻ്റെ എല്ലാ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, ഓരോ ഘട്ടത്തിലും തീർച്ചയായിട്ടും ഞാൻ അന്ന് ഓർമ്മയുണ്ടാവും, നിങ്ങളൊക്കെ അന്നുണ്ടായിരുന്നയാളാണ്. ഒരു 1.5 വർഷം മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്ന ദിവസം, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസവും പ്രതിസന്ധിയും നേടുന്നൊരു സമയത്താണ് വന്ന് കയറുന്നത്. അന്ന് ഒരു പക്ഷേ അവർക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താമായിരുന്നു, പക്ഷേ എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അന്നാ ചേർത്ത് പിടിച്ചത് ഇന്നും ഉണ്ട്. എനിക്ക് വേണ്ടിയിട്ട് തങ്ങൾ ഇവിടുന്ന് തൃക്കരിപ്പൂരിൽ വന്ന് പ്രചരണം നടത്തി. സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ വന്നു, മുനവർ അലി തങ്ങൾ വന്നു, ബഷീർ തങ്ങൾ വന്നു. അവരെല്ലാവരും വന്ന് അവിടെ പ്രചരണം നടത്തിയതിൻ്റെയൊക്കെ ഗുണഫലം അവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാത്സല്യവും ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും തൃക്കരിപ്പൂരിലുണ്ടായിരുന്നു. വലിയ പിന്തുണയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നൽകിയിട്ടുള്ള പിന്തുണയും കരുതലും ഉണ്ട്. അതിൻ്റെ ഇനിയിപ്പോൾ എനിക്ക് ജീവിതാവസാനം വരാൻ നന്ദിയും കടപ്പാടുണ്ട്. ഈ മാത്തിക്കുഴൽ നടത്തിയ പരാമർശം അത് ലീഗിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ട് ലീഗ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത്. അപ്പോൾ താങ്കൾ ലീഗിന് വലിയ പിന്തുണ നേടിയ ഒരാളാണ്. അപ്പോൾ ആ പരാമർശം അനവസരത്തിലായോ? നോക്കൂ, ഞാൻ ഈ കാര്യത്തിൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളതിനെ അരികും ഒക്കെ കട്ട് ചെയ്തെടുത്ത് വക്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിധത്തിലൊക്കെ നിങ്ങളത് പുറത്ത് വിടും. എന്നിട്ട് അത് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ഞാൻ കുറേ കാലം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു കാര്യം പറയും, ചിലപ്പോൾ ഞാൻ വേറൊരാളെ കോട്ട് ചെയ്ത് പറഞ്ഞായിരിക്കും, പക്ഷേ പുറത്ത് വരുന്നത് എന്തായിരിക്കും, ഞാനത് പറഞ്ഞു വന്നായിരിക്കും. ഇതൊക്കെ എന്താണ് പറഞ്ഞത് എന്നത് സംബന്ധിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. എന്നെ സംബന്ധിച്ചോളം, വ്യക്തിപരമായിട്ട് എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ കടപ്പാടും നന്ദിയും ഉള്ളതാണ്. അത് നേരിട്ട് വരേണ്ടത് എൻ്റെ ബാധ്യതയാണ്.